ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വലയിട്ടിട്ടുണ്ട്. നമുക്ക് ആ വലയൊന്ന് പോയി എടുത്ത് നോക്കാം. വലയൊന്ന് പൊക്കി നോക്കാം എന്തുണ്ട് നോക്കാം. നമ്മളിതേ ഇവിടെ മുതലാണ് വല അങ്ങോട്ട് ഇട്ടിരിക്കുന്നത്. ഇവിടെ മുതൽ അങ്ങോട്ട് പടിഞ്ഞാട്ട് ഇട്ട് കുറച്ച് അങ്ങോട്ട് ചെന്നിട്ട് നേരെ അക്കരയ്ക്ക് ആറിനക്കരയ്ക്ക് ക്രോസ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റിലെ ഒരു ചൂളിയാണ്. ഇപ്പം നമുക്കൊരു തൂളിയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് മുഴുവൻ ഉടക്കാണ്. ഇവിടെ ആറ്റ് സൈഡ് നിൽക്കുന്ന തെങ്ങേലെ ഓല മുഴുവൻ. അതിപ്പോൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒന്നും ആർക്കും ഓലയൊന്നും വേണ്ട. ഇത് ഒരു മീനോടൊക്കെ കിടക്കുന്നുണ്ടോ? കുറുവായ. ഉണ്ടോ? ഒരു മീൻ്റെ കുറുവായ. ഇവിടെ നമ്മളൊരു കുറ്റി നാട്ടി വല ഇവിടെ കെട്ടിയിട്ടാണ് നേരെ ഇനി ആറിനക്കരയ്ക്ക് ക്രോസ് ചെയ്തിരിക്കുക. ഒരു ആറ്റിയമ്പില്ല. വല കയറിയാവുന്നു. ഇതിൽ ഉടക്ക് സൈസ് മുള്ളുള്ള കമ്പായിരുന്നത്. ഇവിടെ എല്ലാം ഉടക്കുണ്ട് കേട്ടോ. അതിന് നമുക്ക് അത് അഴിച്ചു വിടാം. ഓ ചെറുതാ. ഉടക്ക് തീർന്നില്ല. ഇവിടെ അടുപ്പിച്ച് രണ്ട് മീനാ കയറി. മീൻ അറിയുന്നുണ്ട്, പക്ഷേ മീൻ വലക്കാറുണ്ട്. ബോട്ട് വരുന്നുണ്ട്. നമ്മളെപ്പോഴും വീഡിയോ എടുക്കുമ്പം ആ ബോട്ട് നമുക്ക് നമ്മുടെ അടുത്ത് വരുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്പീഡ് വലിച്ചത്. വില വീണ്ടും ഒരു കുറുവായിട്ട്. ബോട്ടിഞ്ഞു വന്നല്ലേ. ബോട്ടിന് നല്ല ഓളമാണ്, ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഓളം പോയി കഴിഞ്ഞാൽ നമുക്ക് വലിക്കാം. ഇത് തമ്മായ ഉണ്ടോ? നമ്മൾ ഈ എറമ്പിൽ കിടന്ന ഈ തമ്മായ. ഇത് കാരി പോലെ തന്നെയുള്ള ഒരു മീനാണ്, പക്ഷെ കൊമ്പൊന്നുമില്ല. മുള്ളൊക്കെ നൈസ് മുള്ള, നല്ല ടേസ്റ്റുള്ള മീനാണ്. നമ്മൾ വലയിലെ മീനൊക്കെ എടുത്തു കഴിഞ്ഞ് നമുക്ക് പറയത്തക്ക രീതിയിൽ കൂടുതൽ മീൻ കിട്ടിയിട്ടില്ല. അല്ലേ, അത്യാവശ്യം കറി വെക്കാനുള്ള മീനേ കിട്ടിയിട്ടുള്ളൂ. ഇന്ന് നമുക്ക് ആറ്റിയമ്പല്ലിയുണ്ട്, തമ്മയുണ്ട് പുതിയതായിട്ട് കിട്ടിയിരിക്കുന്നത്. എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നല്ലൊരു കാഴ്ചയായിട്ട് വീണ്ടും കാണാം.